നമ്മളപ്പോ ഇന്ദിരാചിറയിലെ പപ്സിന് മേക്കപ്പ് ലുക്ക് കൊള്ളാവോ ഗൈസ്. അപ്പൊ നമ്മള് പപ്സ് ഇപ്പൊ എത്തുന്നാണ് പറഞ്ഞത്. നമ്മുടെ പ്രോഡക്ട്സ്, അതായത് സർപ്രൈസ് ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കാണിച്ചു തരാം. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന്റെ ലുക്ക് പോകുന്നുണ്ട്. നമ്മൾ ഇവിടെ തന്നെ പറയാം, നമ്മളെല്ലാം കാണിച്ചു തരാം. പപ്സ് നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. So excited, too much excited. Yeah. അപ്പൊ ഇപ്പൊ തന്നെ പപ്സ് വരും. പപ്സ് നമ്മൾ പരിപാടിയിലോട്ട് കടക്കും. അവള് സർപ്രൈസ് ഇതാണ് ഗൈസ് നമ്മുടെ വ്യൂ കാണിക്കുമ്പോ നമ്മളെ രസമില്ല. നമ്മള് ഹട്ടില് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേ. നമ്മൾ വന്നപ്പോഴത്തേക്ക് ഹട്ടില് കുറെ പേരൊന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായി. പിന്നെ എല്ലാരും നമ്മൾ ഒഴിവാക്കി. നമ്മളൊന്ന് മാറി തരുമെന്ന് ചോദിച്ചപ്പോ അവര് മാറി തന്നു ഗൈസ്. അപ്പൊ നമ്മള് ഇതുവരെ പ്ലാനിങ് ഒന്നും പാളിയിട്ടില്ല, എല്ലാം സെറ്റ്. ഇവളുടെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് നമ്മള് നല്ലോണം പാളിയായിരുന്നു. അപ്പൊ ഈ തവണ നമ്മളെല്ലാം മുൻകൂട്ടി അറേഞ്ച് ചെയ്തു, സെറ്റ് ചെയ്തു. ഞങ്ങൾ വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഷെയർ ചെയ്യാം. ബൈ ഗൈസ്. പാക്കിംഗ് ഒക്കെ കുറച്ച് പാളിപ്പോയിട്ടുണ്ട്, എന്നാലും സാരില്ല. നമ്മൾ എത്ര സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇനി അവള് വരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവൾ അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ബൈ ഗൈസ്. അവള് വന്നിട്ട് നമുക്ക് കാണിച്ചു തരാം ബാക്കി. രസമല്ലേ? നമ്മള് രാവിലെ പോയി ബൊക്കെയൊക്കെ ചെയ്തു. ഞാൻ വന്നപ്പോൾ പൂക്കട. അപ്പൊ നമ്മൾ വേഗം തന്നെ നമ്മളൊന്നും പ്ലാൻ ചെയ്യാതെ ചെയ്യുമ്പോഴാണ് അതിനൊരു ഭംഗി. പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ആ ചേച്ചി ഇത്ര അടിപൊളിയായിട്ട് കേക്ക് ചെയ്തൊരു പറയാനില്ല. പെന്നി വർത്താണ്. ഞങ്ങൾ കൊടുത്ത സെയിം റെഫറൻസ് പിക്ക് ഒരു വ്യത്യാസമില്ല, അതുപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അതെ. പിന്നെ ബാക്കി നമുക്ക് ഇതാണ് നമ്മുടെ ഒരു ആംബിയൻസ്. രസമുണ്ട് ഗൈസ്. നമ്മൾ അവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ബോട്ടിലൊക്കെ കയറി പോകാം. പക്ഷെ ഞങ്ങള് എപ്പോ ഞങ്ങൾ വന്നാലും അത്ര നമ്മള് കോളേജ് പഠിച്ചപ്പോ ഇവിടെ എല്ലാ ആഴ്ചയിൽ നമ്മൾ വന്നോണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അന്നേരം ഇവിടെയൊക്കെ ഫുൾ പായലൊക്കെ പിടിച്ച് നിലത്തൊന്നും ഇറങ്ങാൻ കൊള്ളാതെ. ഇപ്പൊ ബോട്ട് കയാക്കിംഗ് ഒക്കെ തുടങ്ങിയതായിട്ടത്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നു. ഒന്നും പറയാത്തതാണ്. കടിച്ചോക്കടി. അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റംസ്. ഒന്നുകൂടി കാണിച്ചു തരാൻ നല്ല രസമുണ്ട്, അതുകൊണ്ടാണ് ഒന്നുകൂടി കാണിക്കുന്നത്. സാധനം ഇവിടെ വെച്ചിട്ടേ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അവിടെ നമ്മൾ വന്നത് നോക്കി, പക്ഷെ അവളെ കാണുന്നില്ല ഗൈസ്. ആംബിയൻസ് ഒക്കെ കൊള്ളാല്ലേ? ഞങ്ങളുടെ കോളേജിന്റെ അടുത്തുള്ള സ്ഥലം ഇല്ല. ഇനി കേക്ക് കട്ട് ചെയ്യണം. നിങ്ങൾ കണ്ടോ അതിന്റെ കളർ? ഇനി ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്യണം, കേക്ക് കട്ട് ചെയ്യണം. അതപ്പോ നേരെ വീഡിയോയിലോട്ട് കടക്കാം ഗായ്സ്. ഗിഫ്റ്റ് അൺറാപ്പിംഗ് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ പൊതിഞ്ഞതാണ്, അതുകൊണ്ട് എല്ലാ പക്ഷെ എനിക്ക് ഒത്തിരി എക്സ്പെക്ടേഷൻ ഇല്ല ഗൈസ് എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ എനിക്ക് നോക്കിയിട്ട് ഗസ് ചെയ്യട്ടെ. എന്തോ മേക്കപ്പിന്റെ സാധനങ്ങളുണ്ട്. ഉണ്ടോ? സ്വിഗ്ഗി ആണല്ലോ. ഒരു ഡ്രാമ നടന്നു ഓർക്കുന്നുണ്ടോ? അതിനാണോ നീ അവിടെ പോയത്? അല്ല, അവിടെ പോയത് റാൻഡ് ആയിട്ടാ. ഞാൻ എടുത്തുതരാം. ഇനി കുട്ടിക്ക് ഓരോന്നോരോന്നായിട്ട് തരാം. അക്വാലോജിക്കാണ് നമ്മുടെ പ്രിഫേർഡ് ബ്രാൻഡ്. ഇത് മാത്രമാണ് വേറെ ബ്രാൻഡ്. ബാക്കി എല്ലാം വേറെ. അത് ഡാസ്ലർ ആയിരിക്കും. നമുക്ക് ഡാസ്ലറൊക്കെ തരുമോ? നിങ്ങൾ കുറെ മുടക്കിയിട്ടുണ്ടല്ലോ. ഇതിനാണോ നീ പോയത്? നിന്റെ യോഗം. ഇതൊക്കെ എന്തൊക്കെയാണ് കൂടി സൺസ്ക്രീൻ
ജീവിതത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എങ്ങനെയെടുത്ത് ഉപയോഗിക്കണ്ടേ? ഇനി കുറച്ച് ഗൈസ്. അപ്പൊ അങ്ങനെ പപ്സ് ആയിരുന്നു. കേക്ക് മുറിക്കുന്ന ചടങ്ങിലോട്ട് നമ്മൾ കടക്കുകയാണ്. നമുക്ക് ക്യാമറാമാനോ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ക്യാമറാമാനോ ആയിരിക്കാണ്. ഗൈസ് എല്ലാരും പാട്ട് പാടുക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗൈസ് അവളത് ആ പൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പിടിച്ചേക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലായോ? ഞാൻ മഴയത്താണ് ഗൈസ്, നിങ്ങളിത് കാണുന്നുണ്ടോ? പക്ഷെ ഈ ഒരു വ്യൂവിൽ നിന്നിട്ടാണ് നമ്മളിവിടെ കേക്ക് മുറിക്കുന്നത്. എടി എനിക്ക് ഒന്നില്ല. തള്ളവായി പോയതാടി ഞാൻ. കല്യാണമൊക്കെ അതാണല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി കേക്ക്. ഇനി നമ്മള് ക്യാമറ ഓഫ് ആക്കിയിട്ട് പരിപാടിയിലോട്ട് കിടക്കാണ്.